പിന്നെ എന്താ പ്രോബ്ലം? എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നിയ പറയാനല്ല. അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതാ. ഈ ഡ്രസ്സിൽ എന്തെങ്കിലും ബോറുണ്ടോ? ഓക്കെ, ഒരു സ്റ്റൈൽ, എന്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാനാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ചാ ഈ കുറുപ്പിന്റെ ഗുണം മാറും. ജിൻഡോ ചേട്ടൻ എന്താണ് ഇപ്പൊ ശ്രീതുനോട് പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എന്റെ ഡ്രസ്സിംഗ് സെൻസ് വെച്ചിട്ട് പുള്ളിക്കാരൻ പലവരോടും മോശമായിട്ട് രീതിയിലാണ് ഡ്രസ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ വളരെ വൾഗർ രീതിയിലുള്ള ഡ്രസ്. പുള്ളിക്കാരൻ ഇപ്പം പുറത്ത് തമാശ രീതിയിൽ പറഞ്ഞു ആരോ മുണ്ട് പൊക്കുന്നോ ഊരുന്ന കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ചു പുള്ളി. ആണല്ലോ, കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? എന്തോ എന്റെ ഡ്രസ്സിന് എന്തോ പ്രശ്നം? ഞാൻ ഡ്രസ് ഇടുന്നത് എന്റെ കംഫർട്ടബിളാ. ജിൻറ്റോന്റെ ബോഡിയിലല്ലല്ലോ എന്റെ ഡ്രസ് വരുന്നത്. പിന്നെ എന്താ പ്രോബ്ലം? എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു. ഇവിടെ ജനങ്ങൾ കാണുന്ന കുട്ടികൾ കാണുന്ന നല്ല ഡ്രസ് ഇട്ട്. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? ഡ്രസ് മോശമാണ്. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോടി പൊടി കയറി പോരുത്. അപ്സര പിടിക്കാം, ഒന്നും മിണ്ടാതെ പോർന്ന്. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. എന്റെ കെട്ടിവനോ എന്റെ കുടുംബക്കാർക്കോ ഇല്ലാത്ത വിഷമവും ടെൻഷനും ജിൻഡോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന് എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഇവിടെ നടക്കും. വേണമെങ്കിൽ തുണി ഇല്ലാണ്ടും ഇവിടെ കിടന്ന് ഓടും. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാൽ മതി.